കേരള സംസ്ഥാന ജമിയത്തുലമ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ നജീബ് മൗലവി മമ്പാടുമായി ഞങ്ങൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി കേരള സുന്നി ജമാഅത്തിന്റെ തെക്കൻ മേഖല ഓർഗനൈസർ കൂടിയായ ബഷീർ വഹബി അടിമാലി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. ഉടനെ വിഷയാവതരണം ചുരുക്കി നടത്തും. ഇൻഷാ അല്ലാഹ് ബഹുമാനപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഈ സമ്മേളനം. ഒന്ന്, കേരളത്തിലെ അഹ്ലുസുന്നത്തിന്റെ സംഘങ്ങളുടെ ഒരു പൊതുവേദി എന്ന നിലയ്ക്ക് ഈ സംഘത്തിന്റെ ഈ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഏറെക്കാലം മനസ്സിൽ താലോലിച്ച് നടന്ന ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമെന്ന നിലയ്ക്ക് അഹ്ലുസുന്നത്തിന്റെ 4 പണ്ഡിത സംഘടനകളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന കേരള സുന്നി ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരാഴ്ചയായി അതിശക്തമായ പനിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ സംഘങ്ങൾ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് കേട്ടപ്പോൾ ആരോഗ്യം മറന്ന് ചാടി എഴുന്നേറ്റ് പുറപ്പെട്ടതാണ് ഈ വിനീതൻ. അതുകൊണ്ട് എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് ഈ കൂട്ടായ്മ എന്ന് ഞാൻ പ്രത്യേകം അഭിപ്രായപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അഹ്ലുസുന്നത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദം, ഒറ്റ ശബ്ദം ലോകത്തെ കേൾപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ കൂട്ടായ്മയുടെ മറ്റൊരു ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ 3 സങ്കല്പങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടെയുള്ള ഈ ശരീഅത്ത് നിയമം സമ്പൂർണമായി എടുത്തുമാറ്റി എല്ലാവർക്കും ബാധകമാകും വിധം ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്നാണ് ഒരു പക്ഷത്തിന്റെ അഭിപ്രായം. ആ ഒരു പക്ഷം നമുക്കറിയുന്നതുപോലെ തീർത്തും മതവിരോധികളായ, മുസ്ലിമീങ്ങളുടെ എക്കാലത്തെയും ശത്രുക്കളായ തീവ്ര ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ഭാഗത്തു നിന്നാണ് അത്തരം ഒരാവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ കൂട്ടര് പറയുന്നത് ഏക സിവിൽ കോഡ് വേണം എന്നില്ല, പക്ഷേ നിലവിലുള്ള ശരീഅത്ത് നിയമത്തിന് ഒരൽപ്പം പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഈ പൊളിച്ചെഴുത്ത് ഇസ്ലാമിന്റെ ബഹുഭാരിത്വം, മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇവിടെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ നിഗൂഢമായി ആസൂത്രിതമായി തങ്ങളുടെ ചില കാഴ്ചപ്പാടുകളെ, തന്ത്രങ്ങളെ തിരികെ കയറ്റി ഈ ഒരു വിഷയത്തെ സമീപിക്കുന്ന കേരളത്തിലെ ബിദ്അത്തിന്റെ കക്ഷികൾ, ആ ബിദ്അത്തിന്റെ കക്ഷികളെ ഒപ്പമിരുത്തിക്കൊണ്ട് നമുക്ക് ശരീഅത്തുമായി നമ്മുടെ ചർച്ച പുരോഗമിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തിന്റെ ഒരു ശബ്ദം ലോകത്തെ കേൾപ്പിക്കണം. ഇവിടെ സത്യം പറഞ്ഞാൽ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കാൻ ചില ആളുകൾക്ക് ആയുധം കൊടുത്തവർ, ഇവിടെ ഞാനത് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല, പക്ഷേ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരുപാട് വികാര വിക്ഷോഭങ്ങൾ ഇത്തരം സദസ്സുകളിൽ തുറന്നു പറയേണ്ടി വരികയാണ്. അഹ്ലുസുന്നത്തിന്റെ വൈരാളികളാണ് ഇവിടെ ഏക സിവിൽ കോഡിന് വേണ്ടി ഒരു വിഭാഗത്തെ ശബ്ദിക്കാൻ വേണ്ടി ആയുധം കൊടുത്തവർ. അവരാണ് മുത്തലാഖിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയവർ. ബഹുഭാരിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിഖ്ഹിന് വിരുദ്ധമായ, മുത്തലാഖുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫിഖ്ഹിന് വിരുദ്ധമായ സങ്കല്പങ്ങൾ ലോകത്തിന് സമ്മാനിച്ചിട്ട് ഇത് പൊളിച്ചെഴുതണം എന്ന് ആവശ്യപ്പെട്ടവർ അവരാണ്. ആ കുട പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിച്ചിട്ട് ഈ രംഗത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി തുനിയുന്നവർ.
ഇതിന് ഒരു കാരണവശാലും പിന്തുണ കൊടുക്കാൻ മുസ്ലിം ലോകത്തിന് സാധ്യമല്ല എന്നത് ഏവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ്. മൂന്നാമത്തെ വിഭാഗമാണ് ഈ നിയമത്തിൽ തൊട്ടുപോകാൻ അനുവദിക്കില്ല മുസ്ലിമീങ്ങൾ, തൊട്ടുപോകാൻ. ഇത് പറയുന്ന ഏക സിവിൽ കോഡിനെതിരെ നിലവിലുള്ള ഈ മുഹമ്മദല്ലോ അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിൽ തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആ പക്ഷത്താണ് പഴയകാലത്ത് നമ്മുടെ ഗുരുവര്യന്മാരും ആലിമീങ്ങളും മുഴുവനും നിലകൊണ്ടിട്ടുള്ളത്. ഇന്നും നിലകൊള്ളുന്നത് അഹ്ലുസുന്നത്തിന്റെ ശബ്ദം അവിടെയാണ്. ഈ മൂന്ന് അഭിപ്രായങ്ങളിൽ നിന്ന് അഹ്ലുസുന്നത്തിന്റെ പഴയകാല ഉലമാ ഉറച്ചു നിന്ന ശബ്ദം എവിടെയാണോ അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ അഹ്ലുസുന്നത്തിന്റെ ഒരു ശബ്ദമേ ലോകത്ത് കേൾക്കാൻ പാടുള്ളൂ. അത് ഇത്തരം ഒരു വേദികളിൽ നിന്ന് സംജാതമാകും എന്നതുകൊണ്ടുകൂടെയാണ് ശ്രദ്ധേയമായ ഈ സമ്മേളനത്തിൽ ഈ വിനീതൻ പങ്കെടുത്തത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് എത്ര അടച്ചുവച്ചാലും പുറത്തു ചാടുന്ന ഒരു ബ്രഹ്മരക്ഷസാണ് എന്ന് വണ്ടൂരിലെ ഞങ്ങളുടെ ശൈഖുനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു. അത് എത്ര അടച്ചുവെച്ചാലും ഭൂതം പോലെ പുറത്തു ചാടും. അത് ഏത് രൂപത്തിലാണെങ്കിലും ഒരു വിഭാഗം ആളുകൾ അതിന്റെ പുറകിലുണ്ടാകും. അത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കുഴപ്പമല്ല. ഇവിടെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് പ്രാമാണികമായി തന്നെ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ഒരു അഹ്ലുകാരിൽ മുത്തലാഖില്ല, ഇല്ല എന്നാണ് പറയേണ്ടത്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നവർ മുസ്ലിമീങ്ങളിലല്ല. മുത്തലാഖിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ സിംബലായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആരെയാണ്? കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണ്. അദ്ദേഹമാണ് ആരും അറിയാതെ കല്യാണം കഴിച്ച് ആരുമറിയാതെ 3 ത്വലാഖും ചൊല്ലി വളരെ സ്വസ്ഥമായി കഴിയുന്ന മനുഷ്യനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. എന്നിട്ട് അദ്ദേഹമാണ് മുത്തലാഖിനെതിരെ, ഇവിടെ ശരീഅത്തിന്റെ വിവാദത്തിനെതിരെ, ശരീഅത്തിനെതിരെ ഏക സിവിൽ കോഡുമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് ശബ്ദിക്കുന്നത് എന്ന് പറയുമ്പോ ഇവിടെ ത്വലാഖോ ശരീഅത്തോ ഒന്നുമല്ല പ്രശ്നം, പരിശുദ്ധ ഇസ്ലാമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആലാന്റെ ദീനിനോടുള്ള ശത്രുവമാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവിടെയുള്ള ടിവിക്കാരും മാധ്യമക്കാരും ത്വലാഖ് ചൊല്ലപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ വീടുകളിലേക്ക് കയറി ചെന്ന് അവരുടെ മൈക്ക് കാണിച്ചിട്ട് മുത്തലാഖിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇവരാരും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ കടന്നു ചെന്നിട്ട് ത്വലാഖ് ചൊല്ലപ്പെട്ട ഏതെങ്കിലും മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണിന്റെ ശബ്ദം ലോകത്ത് കേൾപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെന്നല്ലതല്ലേ സത്യം. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലകളിൽ പരിശോധിച്ചാൽ മുത്തല്ലഖാത്തുകളായ നിരവധി പെണ്ണുങ്ങൾ, സിനിമാ ലോകം പരിശോധിച്ചാൽ മുത്തല്ലഖാത്തുകളായ നിരവധി പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളുടെ പേരും ആണുങ്ങളുടെ പേരൊക്കെ പറഞ്ഞാൽ നാളെ ചിലപ്പോൾ കോടതിയിൽ കേസ് വരും. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരുപാട് സിനിമാ നടികളൊക്കെ 3 ത്വലാഖും പോയിട്ട് അതിന്റെ അപ്പുറം ത്വലാഖ് ചൊല്ലി കോടതിയിൽ വരെ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളാണ് നമ്മുടെ സിനിമാ ലോകത്തുള്ള എത്ര പെണ്ണുങ്ങൾ കേരളത്തിൽ. കേരളം വിട്ടുപോയാൽ നമ്മുടെ രാജ്യത്ത് എത്രയോ മേഖലകളിൽ മുത്തല്ലഖാത്തുകളായ പെണ്ണുങ്ങൾ, അവിടെ ഒന്നും ഒരു മുസ്ലിം നാമധാരണിയെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ത്വലാഖിന്റെയും അതുപോലെ തന്നെ ബഹുഭാരിത്വത്തിന്റെയും പേര് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഈ പാത്രത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരു ബ്രഹ്മരക്ഷസാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവം. അതിന് ഒരേ ഒരു മാർഗമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആദ്യം എഴുതി വച്ചിരിക്കുന്ന ഈ അഭിപ്രായം പാടേ മാറ്റിക്കളയണം. അത് അവിടെ നിന്ന് തന്നെ മാറ്റിക്കളയണം. അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞാൽ പിന്നെ ആ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരാൾക്കും രംഗത്ത് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് നിറഞ്ഞ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വിനീതൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള ഏക സിവിൽ കോഡ് എന്ന ആ പദപ്രയോഗം തന്നെ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണം എന്നാണ് ഈ വിനീതൻ ഇവിടെ വച്ച് പ്രഖ്യാപിക്കാനുള്ളത്. കേരള സുന്നി ജമാഅത്ത് എന്ന് പറയുന്ന ഞാൻ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെയും ആവശ്യവും അപേക്ഷയും അത് തന്നെയാണ്. ഈ നിറഞ്ഞ സദസ്സിലെ ഉലമാക്കളെ സാക്ഷി നിർത്തി അക്കാര്യവും കൂടി ഓർമ്മപ്പെടുത്തി. എനിക്ക് ശരീഅത്തുമായി ബന്ധപ്പെട്ട് പലതും സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ സദസ്സ് വളരെ പരിമിതമാണ്. നിരവധി പണ്ഡിതന്മാരിവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന് കേരള സുന്നി ജമാഅത്ത് എന്ന സുന്നികളുടെ തന്നെ കൂട്ടായ്മയായ എന്റെ വന്യരായ മൗലാന നജീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി പറഞ്ഞതുപോലെ, അബ്ദുറഹ്മാൻ ഫൈസി എന്റെ ഉസ്താദാണ്, എനിക്ക് കിതാബ് ചൊല്ലി തന്ന ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി. അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ വന്യരായ മൗലാനയുടെ നേതൃത്വത്തിൽ കേരള സുന്നി ജമാഅത്ത് എന്ന് പറയുന്ന സുന്നികളുടെ പൊതുകൂട്ടായ്മയ്ക്ക് പരസ്പരം നമ്മൾ ബലം കൊടുക്കണം. മനസ്സിന്റെ സ്വപ്നമാണ് എന്റെ സഹോദര. ഇനി പരസ്പരം കടിച്ചു കയറാനുള്ള സമയമല്ല. ഒന്നിച്ചൊന്ന് നിൽക്കണം നമ്മൾ.
ബിദ്അത്തിന്റെ വേദികൾ അടിവേര് മുറിച്ചു മാറ്റുന്നതുവരെ ഒന്നിച്ചു നിൽക്കണം. നമ്മൾ തമ്മിൽ ഫിഖ്ഹിന്റെ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം, അല്ലാതെ എഴുത്തിക്കാദിന്റെ വിഷയത്തിലല്ല. അതുകൊണ്ട് നമ്മൾ അഹ്ലുസുന്നത്തിന്റെ പൊതുവേദി എന്ന നിലയ്ക്ക് ഈ സംഘത്തെയും അതുപോലെ തന്നെ കേരള സുന്നി ജമാഅത്തിനെയും പരസ്പരം കോർത്തിണക്കി നാഷണൽ ഹൈവേ പോലെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു മാർഗമായി ഈ വിനീതൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഈ സംഘത്തിന്റെ പേരിൽ എല്ലാ ഭാവുകങ്ങളും, എല്ലാ നന്മകളും, എല്ലാ വിജയങ്ങളും. ഒന്നിക്കാൻ വേണ്ടിയുള്ള ഏത് പോരാട്ടങ്ങളിലും നിങ്ങൾക്ക് പിന്തുണ തേടാം, പിന്തുണ അപേക്ഷിക്കാം. സർവ്വവിധ പിന്തുണയുമായി 100% വാഗ്ദാനം ഈ വിനീതൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. നാഥൻ ഒന്നായി നിന്ന് പ്രവർത്തിക്കാൻ, അഹ്ലുസുന്നത്തിന്റെ ശബ്ദം ലോകത്ത് കേൾപ്പിക്കാൻ, നമ്മുടെ മദ്ഹബിന്റെ മുഖ്യധാരയിൽ തന്നെ നിലനിന്നുകൊണ്ട് അണുവളവ് വ്യതിചലിക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ഓർമ്മപ്പെടുത്തി എനിക്ക് അവസരം നൽകിയതിന് പ്രത്യേകം നന്ദി. പ്രത്യേകം എന്റെ അസ്ഹരിയോട്, ഹക്കീം അസ്ഹരിയോട് ഞാൻ സുഖമില്ലെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വരണമെന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. എല്ലാവിധ ഭാവുകങ്ങളും വീണ്ടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏക സിവിൽ കോഡ് സംബന്ധിച്ച പ്രബന്ധം ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. സമയപരിമിതി ഇനി ആവർത്തിക്കുകയാണ്, അതുകൊണ്ട് വിഷയം ചുരുക്കിയാണ് അവതരിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബന്ധവും കൂടിയാണ്. കൂടാതെ നമ്മുടെ ഈ വേദിയിൽ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. സ്റ്റേജിലുമുണ്ട്, വേദിയിലും സദസ്സിലുമുണ്ട്. എല്ലാവരുടെ പേരും ഇവിടെ വായിച്ചിട്ടില്ല. ബഹുമാന്യരായ അലിഗർ ഓഫ് ക്യാമ്പസ്